ഹായ് സുഹൃത്തുക്കളെ, ഞാൻ വാർത്ത കേട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു വല്ലാത്തൊരു വിഷമം തോന്നി. കാര്യം കൊല്ലം കുണ്ടറയിൽ അഖിൽകുമാർ എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു പയ്യൻ അമ്മേനെയും മുത്തശ്ശനെയും വെട്ടിക്കൊലപ്പെടുത്തി. മുത്തച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പൈസ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പൈസയില്ല, പിന്നെ തരാം. മുത്തച്ഛൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു. അവൻ കേട്ടില്ല. മുത്തച്ഛനെ ഒത്തിരി അടിച്ചു ഉപദ്രവിച്ചു. അത് കണക്ക് തന്നെ അമ്മയുടെ അടുത്ത് ചെന്നു പൈസ ചോദിച്ചു. അമ്മ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല. അമ്മയെടുത്ത് ചോറിടാൻ പറഞ്ഞു. അമ്മ ചോറിടാൻ കയറി. ആ സമയത്ത് അമ്മേനെ അവൻ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. കൊട്ടിയത്തൊരു കടയിൽ ചെന്ന് നിന്ന് കുറച്ച് നാൾ നിന്ന് അതിനുശേഷം അവൻ തിരുവനന്തപുരത്ത് പോയി. അവിടെ നിന്ന് ട്രെയിൻ കയറി ദില്ലിക്ക് പോയി. ദില്ലിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഒരു വീട്ടുകാരോട് പറഞ്ഞു ഞാൻ അനാഥനാണ്, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടുകാരവിടെ നിർത്തി. ഇവൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി തുടങ്ങി. അവൻ വിചാരിച്ചു എന്നെ ഇനി പിടിക്കില്ല, പോലീസ് കണ്ടെത്തില്ല, ഇവൻ ഫോൺ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് എന്നെ ആരും പിടിക്കത്തില്ല, ഞാനിവിടെ സുരക്ഷിതനാണെന്ന് ഇവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. എന്തായാലും ഒരിക്കൽ പിടി വീഴും എന്ന് പറഞ്ഞതുപോലെ ഒരു 4.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മുടെ പോലീസുകാർ ഇവനെ പിടിക്കുന്നത്. കേരള പോലീസ്. അഖിൽകുമാറിന് മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കാൻ വയ്യാതായി. അപ്പോഴവൻ എന്ത് ചെയ്തു? അമ്മയുടെ ATM കാർഡ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ATM കാർഡിൽ നിന്ന് 100 രൂപ എടുത്തു. അതോടെ പോലീസ് ഇവന് കയ്യോടെ പൊക്കി ശ്രീനഗറിൽ പോയി അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. 23 വയസ്സുള്ളൊരു പയ്യൻ സ്വന്തം അമ്മേനെ അപ്പൂപ്പനെ അവന് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് അവൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്ത അമ്മേനെയും അപ്പൂപ്പനെയാണ് ഒരു മനസാക്ഷി പോലും ഇല്ലാതെ കൊന്നത്. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് അവനൊരു ഭയവുമില്ല, ഒരു പേടിയുമില്ല, ഒരു കൂസലില്ല കണ്ടാർക്ക്. ഈ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോണത്? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയ്ക്കും വഴിതെറ്റാൻ എന്താണ് കാരണം? ഈ മയക്കുമരുന്ന് വിൽക്കുന്നവർക്ക് നല്ല തക്കതായ ശിക്ഷ കോടതി കൊടുക്കണം. നമ്മുടെ തലമുറകളെ 10-23 വയസ്സുള്ള കുട്ടികളെയാണ് നശിപ്പിക്കുന്നത്. അമ്മയെയും അച്ഛനെയും ഒക്കെ ഒരു അരുങ്കൊല ചെയ്യുന്നതിന് അവർക്കൊരു പേടിയില്ല. ഈ മയക്കുമരുന്നിൻ്റെ ഇതിലാണ് ഇവരിത് ചെയ്യുന്നത്. അമ്മയോടോ അച്ഛനോടോ സഹോദരങ്ങളോടോ സ്നേഹമില്ലാത്തതല്ല, പക്ഷെ ഇത് കഴിക്കുമ്പോൾ അവർക്ക് ആരോടും സ്നേഹമില്ല. അവർക്ക് പണം വേണം, പിന്നും ഇത് ഉപയോഗിക്കണം. അപ്പോഴാണ് അവർ എന്തും ചെയ്യാൻ അവർക്ക് തോന്നുന്നത്. ആരെ എന്തും ചെയ്ത് പണം ഉണ്ടാക്കുക, കൊല്ലുക, വെട്ടിക്കൊല്ലുക, കക്കുക, മോട്ടിക്കുക, ഇതിനു വേണ്ടി അവരെന്തും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ തലമുറ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ കുട്ടികൾ ഉപയോഗിക്കുന്നത് അതെന്തെന്നറിയാൻ വേണ്ടി ഒരു രസത്തിനായിരിക്കും. പിന്നെയാണ് അവർക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവർ പിന്നും ഉപയോഗിക്കുമ്പോൾ ഇതിന് പണം കണ്ടെത്താൻ നടക്കും. വഴിയെ പോണവരെ മാല വലിച്ചു പൊട്ടിക്കുക, കക്കുക, വീട്ടിൽ ഇരിക്കുന്ന അച്ഛനും അമ്മയും ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് അവർ ഒരു സ്വഭാവം. കണ്ടാൽ പാവം പയ്യനെ പോലെ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ ഇതാണ്, ഒരു ക്രിമിനൽ വളർന്നു വരും ഇത് ഉപയോഗിക്കുമ്പോൾ. ആരെ എന്തും ചെയ്യുക, പണം സമ്പാദിക്കുക, എനിക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കണം, എനിക്ക് അത് വേണം എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അച്ഛനും അമ്മയ്ക്കും മക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കും എന്ന് അറിയാമെങ്കിൽ അവരെ നമ്മൾ ചികിത്സിക്കുക. അല്ലാതെ നാട്ടുകാരെന്തൊരു വിചാരിക്കും, എൻ്റെ മോനെ അത് ഉപയോഗിക്കുന്നു, അപ്പോൾ നാട്ടുകാർ എൻ്റെ മോനെ പറ്റി, എൻ്റെ മോൻ്റെ ഭാവി എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും. ഇത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ മക്കളുടെ ഭാവി നശിച്ചു പോകുന്നത്. അവസാനം പൈസ കൊടുക്കാതിരിക്കുമ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും അവർക്ക് ശത്രുക്കളാണ്. അവരെന്ത് ചെയ്യുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്കിപ്പം ചികിത്സ കൊടുത്ത് അത് മാറ്റാവുന്നതേ ഉള്ളൂ. ഒളിച്ചു വെക്കാതിരിക്കുക. ഇപ്പോഴത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ മാറ്റങ്ങൾ ഒന്ന് നോക്കുക. നമ്മളെ കുഞ്ഞിന് പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്, അവൻ ഇങ്ങനെ സ്വഭാവം കാണിക്കുന്നതെന്ന് നമ്മൾ അച്ഛനും അമ്മയും ഒന്ന് ശ്രദ്ധിക്കുക. അല്ല അവൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അവൻ പിള്ളേരെ വലുതായി വരെയില്ലേ അങ്ങനെയാണെന്നുള്ളൊരു ചിന്താഗതി നമ്മൾ കളയുക. നമ്മുടെ കണ്ണെപ്പോഴും നമ്മുടെ മക്കളെ ഇതിൽ കാണുന്ന അവരറിയരുത് നമ്മൾ അവരെ കൂടെയുണ്ടെന്നും അവരെ ശ്രദ്ധിക്കുന്നെന്നും. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നെന്ന് തോന്നിയാൽ നമ്മൾ അവരെ നേരെ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്നാലേ നമ്മുടെ ഇപ്പോഴത്തെയുള്ള തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് അമ്മ അച്ഛൻ സഹോദരങ്ങളെയൊക്കെ കൊല്ലുന്നതിന് അവർക്ക് ഒരു മടിയും കാണില്ല. അതുകൊണ്ട് ഓരോ വീട്ടിലെ അമ്മയും അച്ഛനും നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.